ഹലോ, നമസ്കാരം. ധനേഷ് സ്പീക്കിങ്ങിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വേറൊന്നുമല്ല, ഒരു ഒരു കുഞ്ഞൊരു കാര്യം. പക്ഷെ കുഞ്ഞു കാര്യമാണെന്നുണ്ടെങ്കിലും അത് ഒരല്പം വലിയ കാര്യം തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും തന്നെ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും അത് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം എനിക്ക് പറയാൻ ഇപ്പോൾ കാര്യം ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പം ലാലേട്ടൻ്റെ മകൾ ഇപ്പോൾ സിനിമയിലേക്ക് വരാൻ പോവുകയാണ്. വെള്ളിയാഴ്ച സിനിമ റിലീസാവുകയാണ്, 7-ാം തീയതി തുടക്കം. നല്ലൊരു ഗംഭീര സിനിമ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുട്ടിയുടെ ഒരു ആദ്യത്തെ തുടക്കം നല്ല തുടക്കമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ലോഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ അഭിമുഖത്തിൻ്റെ കുറേ പോർഷൻസൊക്കെ നമുക്ക് കട്ടിങ്സൊക്കെ ഇൻസ്റ്റയിലൂടെയൊക്കെ നമുക്ക് കാണുന്നുണ്ട്, യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് അതിൽ വരുന്ന കമൻസുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാർ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഇത് എവിടെ നിന്ന് ഇറങ്ങി വന്ന കുഞ്ഞാണ്, എന്തെങ്കിലും അസുഖമുണ്ടോ, ഒരു പിരി ഇളകിയതാണോ, അല്ലെങ്കിൽ അങ്ങനെ ഇതെന്തെങ്കിലും കുഴപ്പമുണ്ടോ, മരുന്ന് കഴിച്ചില്ലേ, അങ്ങനെ പല രീതിയിലുള്ള ഒരു കളിയാക്കൽ രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യമാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോൺ നമ്മുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരിടത്ത് എവിടെയെങ്കിലും മൂലയിൽ കുത്തിയിരുന്നിട്ട് ഒരു ഫോൺ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുമാതിരി സോഷ്യൽ മീഡിയ കുത്തിയിരുന്നിട്ട് വായി തോന്നുന്ന കുറയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ എന്ത് തോന്നിയ അവസരം എന്ത് വേണമെങ്കിലും അടിച്ച് കമൻറ്റൂടെ നമുക്ക് സ്പ്രെഡാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലോട്ട് തന്നെ ആയാലും ഇപ്പോൾ ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വീട്ടിനുള്ളിൽ ഒരു കൂരയ്ക്ക് ഇവിടുന്ന് ഒതുങ്ങി കൂടി നമ്മളിരുന്ന വീഡിയോ നമ്മൾ ചെയ്തു. അത് നാളെ കൂടുന്ന സദസ്സിൻ്റെ മുന്നിൽ നാളെ ആൾക്കാർ കാണുക നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. ഈ പറയുന്നൊരു കാര്യം മനസ്സിലാക്കി, ഈ കുട്ടി എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ മകൾ, ആ കുട്ടി വിസ്മയ എന്ന് പറഞ്ഞ ആ കുട്ടി ഇതിനോടകം തന്നെ ആ കുട്ടിയുടെ ഇത്രയും ഒരു പ്രായത്തിനോടൊപ്പം തന്നെ ആ കുട്ടി വേണ്ട പഠനങ്ങളെല്ലാം വെളി രാജ്യങ്ങളിൽ പോയി പഠിച്ച് ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അവിടുത്തെ കൾച്ചറുകളെല്ലാം മനസ്സിലാക്കി അത്തരം അറിവുകൾ നേടിയെടുത്തൊരു കുട്ടിയാണ്. കുറേ ആയോധന കലകളെല്ലാം പഠിച്ച് മാർഷൽ ആർട്സും അല്ലെങ്കിൽ കരോട്ടെ അങ്ങനെയൊക്കെയുള്ള കുറേ കലകൾ പഠിച്ചൊരു കുട്ടിയാണ്. അതും ആ ഒരു കുട്ടി ഈ ഒരു പ്രായത്തിനിടയ്ക്ക് സ്വന്തമായിട്ടൊരു ബുക്ക് എഴുതി ചെയ്ത ഒരു കുട്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും കഴിവുകളൊക്കെ ഉള്ളൊരു കുട്ടിയാണത്. അപ്പോൾ അച്ഛൻ വലിയ സിനിമ സ്റ്റാറാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മോള് വന്നിട്ട് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അത് കഴിവ് തെളിയിച്ച് ഒക്കെ വരണം. ഇത്രയും കഴിവുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് ആൾക്കാർക്ക് കൂടിയിരിക്കുന്ന സദസ്സിലേക്ക് വന്നിരിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു സ്ട്രഗിൾ കാണുമായിരിക്കും, ഒരു സ്റ്റേജ് ഫിയർ കാണുമായിരിക്കും, അല്ലെങ്കിൽ മൈക്കിലൂടെ ആളുകളോട് സംസാരിക്കേണ്ട ഒരു പക്വത അതിന് വന്നിട്ടുണ്ടായിരിക്കത്തില്ല. അതൊക്കെ ഇനി അത് തെളിയിച്ചെടുക്കണം. ആരും അങ്ങ് എക്സലൻ്റ് ഒരു മനുഷ്യനെ നമ്മൾ അവരിട്ടേക്കുന്ന ഉടുപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ സംഭാഷണത്തിലൂടെയോ ശൈലിയിലൂടെയോ ഒന്നും ആരെയും വിലയിരുത്താൻ നിൽക്കരുത്.